ഞാനും നീയും രാവും അമ്പിളിയും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2025 കഴിയാനായില്ലേ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ 2026 ആയി. അപ്പോൾ ഇന്ന് 2026 വിഷൻ ബോർഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ 2025 ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിൻ്റെ യൂസേജ് കറക്റ്റ് അറിയാണ്ട് ഒരു എസ്തെറ്റിക്സിന് വേണ്ടിയിട്ട് ആയിരുന്നു ഉണ്ടാക്കിയത്. പക്ഷെ അന്ന് അതിൽ ഇൻക്ലൂഡ് ആക്കിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2026 വിഷൻ ബോർഡ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഇതിനെപ്പറ്റി വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി, കുറച്ചുകൂടി റിസർച്ച് ആക്കാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത്, ഒന്നുകൂടി ഇതിനെ സീരിയസ് ആയിട്ട് എടുത്താൽ പല കാര്യങ്ങളും യൂണിവേഴ്സ് തന്നെ നമുക്ക് കൊണ്ടുവന്നിരുന്നു എന്ന് കരുതിയിട്ട് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ച് യൂണിവേഴ്സ് കൊണ്ടുവന്നിരുന്നു കരുതിയിരിക്കാൻ പാടില്ല, വർക്ക് ചെയ്യണം. ഇനി വിഷൻ ബോർഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ന്യൂ ഇയറിൻ്റെ മുന്നേയും നമ്മൾ കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുമല്ലോ. വെറുതെ മനസ്സിലത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഇല്ലാണ്ടാക്കുന്നതിന് പകരം അത് വിഷ്വലൈസ് ചെയ്ത് ഒരു ബോർഡ് ഉണ്ടാക്കുക, അതാണ് വിഷൻ ബോർഡ്. ഇത് അങ്ങനെ ബോർഡിൽ തന്നെ ചെയ്യണമെന്നില്ല, ഒരു നോട്ട്ബുക്കിലൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടും ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ, എന്തൊക്കെ ഗോൾസ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു നോട്ടും പെന്നെടുത്ത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ അതിനെ ഈ 5 കാറ്റഗറി ആയിട്ടാണ് മാറ്റിക്കണത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിൻട്രസ്റ്റ് ആപ്പ് യൂസ് ആക്കിയിട്ട് ഈ ഗോൾസിനും ആഗ്രഹത്തിനും ആപ്റ്റായിട്ടുള്ള പിക്ചേഴ്സും കോട്ട്സും എടുക്കുകയാണ്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള ഓരോ ഫോട്ടോസും നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് A3 സൈസിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. A3 സൈസോ A4 സൈസോ യൂസ് ചെയ്യാം. എന്നിട്ട് അത് പ്രിൻ്റ് ചെയ്യാനുള്ള രീതിക്ക് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്തെടുക്കാം. ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് ഡിജിറ്റലായിട്ട് നമുക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാം. ശരിക്കും ഇതുപോലെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുക്കാണ്ട് തന്നെ നിങ്ങൾക്ക് വാൾപേപ്പറൊക്കെ ആക്കിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെട്ടിയിട്ടും ഫോം ബോർഡിലൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാൾപേപ്പറായിട്ടും അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഇയറിൽ നമുക്ക് പുതിയ ഹോബീസൊക്കെ എന്തെങ്കിലും ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ വിഷൻ ബോർഡിൽ കൊടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞാനത് സേവ് ചെയ്തെടുക്കുന്നുണ്ട്. PDF സ്റ്റാൻഡേർഡ് എന്നുള്ള ഒരു ഓപ്ഷനിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, അത് സേവ് ചെയ്യണത്. അതാകുമ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലിയറിൽ കിട്ടും, ക്ലാരിറ്റി ഉണ്ടാവും. അങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിക്കാം. പക്ഷേ എനിക്കിതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ബോർഡിലൊക്കെ ഒട്ടിച്ച് അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഫോം ബോർഡിൽ ഒട്ടിക്കുന്നത്. ഫോം ബോർഡ് അല്ലാതെ ചാർട്ടിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിക്കാം കേട്ടോ.
ഇത് ആദ്യം തന്നെ ഇങ്ങനെ വെറുതെ ഒട്ടിക്കണേക്കും പകരം ആദ്യം എവിടേക്ക് ഈ ബോർഡിനനുസരിച്ചിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനൊരു വൃത്തി ഉണ്ടാവും. വൃത്തി മാത്രമല്ല, നമുക്ക് ബോർഡ് ഇത്രയും വലിപ്പം വേണോ വേണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഒട്ടിക്കുമ്പോഴും സൈഡിൽ നിന്ന് ഒട്ടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പില്ലാണ്ട് ഒട്ടിച്ച് വരാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ ഇനി കോഡ്സ് ഒട്ടിച്ചിട്ട് അങ്ങനെ ഫില്ല് ചെയ്താലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ മെയിൻ പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് എന്നും എപ്പോഴും കാണാൻ പറ്റുന്ന സ്ഥലത്ത് ഒട്ടിക്കുക എന്നുള്ളതാണ്. ഞാനിതിൻ്റെ വർക്ക് സ്പേസിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.